അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗിയുണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 3-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകം മുതൽ 28 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം തസ്യ ശക്രഃ ക്രോധസമന്വിത ഉവാച തം നൃപശ്രേഷ്ഠ സ്മിതപൂർവം വചസ്ത്വദാ ന ജാനേഹം സുമന്ദാത്മൻ യതസ്ത്വം മദദർപ്പിത ചികിത്സാം സംകരിഷ്യാമി രോഗസ്യാസ്യ പ്രഭോസ്തവ അതഃ പരം കരിഷ്യാമി മൂലസ്യാസ്യ നികൃന്ദനം ഗച്ഛദൂത തഥാ ബ്രൂഹി തസ്യാഗ്രേ മമ ഭാഷിതം ശിഷ്ടൈർദൂതാന ഹന്തവ്യാസ്തസ്മാത് ത്വം വിസൃജാമ്യഹം യുദ്ധേച്ഛാ ചേത്സമാഗച്ഛ ത്വരിതോ महिषीसुत हयारे त्वद्बलं ज्ञातं तृणाशस्त्वं जडाकृति शृङ्गयोस्ते करिष्यामि सुदृढं च शरासनं दर्प शृङ्गबलात्तेऽस्ति विदितं कारणं मया विषाणे ते परिच्छित्वा संहरिष्यामि तद्बलम् യദ്ബലേനാദിപൂർണസ്ത്വം ജാതോസി ബലദർപ്പിതാ കുശലസ്ത്വം തദാഘാതേന യുദ്ധേ മഹിഷാധമ വ്യാസ ഉവാച ഇത്യുക്തോസൗ സുരേന്ദ്രേണ ന ദൂതസ്ത്വരിതോ ഗത
ജഗാമമഹിഷം മത്തം പ്രണമ്യ പ്രത്യുവാച. ദൂത ഉവാച രാജൻ ദേവാധിപകാമം ന ത്വാം വിഗണയത്യസൗ മന്യത്തെ സ്വബലം പൂർണ്ണം ദേവസൈന്യസമാവൃത. യദുക്തം തേന മൂർഘേണ കഥമന്യദ്ബ്രവീമ്യഹം പ്രിയം സത്യം ച വക്തവ്യം ഭൃത്യേന പുരത പ്രഭോ. പ്രിയം തത്സത്യം ച വക്തവ്യം പ്രഭോരഗ്രേ ശുഭേക്ഷുന ഇതി നീതിർമഹാരാജ ജാഗർത്തി ശുഭകാരിണി. കേവലം ചേൽ പ്രിയം ബ്രൂയാൻ ന തേ കാര്യം ഭവിഷ്യതി. പരുഷം ച ന വക്തവ്യം കദാചിൽ ശുഭമിച്ഛത. യഥാ രിപുമുഖാദ്വാച പ്രസരന്തി വിശോപമാ തഥാ ഭൃത്യമുഖാന്നാഥ നിസ്സരന്തി കഥം ഗിര. യാദൃശാനീഹ വാക്യാനി തേനോക്താനി മഹീപതേ താദൃശാനി ന മേ ജിഹ്വാ വക്തുമർഹതി കർഹിചിൽ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ അമ്മയുടെ അപദാനങ്ങൾ പാടുന്ന 15-ാമത്തെ ശ്ലോകം മുതൽ 28 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുകയാണ്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ദൂതൻ തൻ്റെ വാക്കു കേട്ടു പുഞ്ചിരിച്ചു ദേവേന്ദ്രനും. ദൂതനോടായി ദേവപതി ഏവം പറഞ്ഞു, വിഡ്ഢിയായ നീയുമെന്തേ ഇത്രയും അഹങ്കരിപ്പു? നിന്റെ ഈ രോഗത്തിനു ഞാൻ ചികിത്സ തരാം. വേരോടെയാം രോഗത്തിനെ പിഴുതു മാറ്റിയിടാം ഞാനും. വേഗം ചെന്നു മമ വാണി അവനോടോതു. സജ്ജനങ്ങൾ ദൂതന്മാരെ കൊല്ലാറില്ല, അതുകൊണ്ടു മഹിഷി സുതനാം നീയും യുദ്ധം ചെയ്യുക. അമ്മേ ദേവി ഭഗവതി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പുല്ലു തിന്നും നിന്റെ ശക്തി എനിക്കുമറിയാം നന്നായി. നിന്റെ കൊമ്പു കൊണ്ടു ഞാനും വില്ലുണ്ടാക്കിയിടും. കൊമ്പിൻ്റെ ബലത്താൽ നീയും അഹങ്കരിച്ചിടുന്നല്ലോ. കൊമ്പു രണ്ടും മുറിച്ചു ഞാൻ ദർപ്പമകറ്റും. അതിൻ്റെ ബലത്താൽ അഹങ്കാരമുണ്ട്. കൊമ്പിനാലെ വെട്ടാനാകും, യുദ്ധം ചെയ്യാൻ കഴിയുകില്ല.
വ്യാസൻ പറഞ്ഞു. ദേവേന്ദ്രവാണിയെ കേട്ടു ദൂതനും മടങ്ങിപ്പോയി മഹിഷനെ നമസ്കരിച്ചേവം പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദൂതൻ പറഞ്ഞു, ദേവപതി അവിടുത്തെ അവഗണിക്കുന്നു സത്യം. ദേവസൈന്യം ശക്തമാണെന്നഭിമാനിപ്പൂ. അവൻ പറഞ്ഞതു ചൊല്ല മറ്റെന്തു പറയാനാണ്. പ്രഭുവിനോടു ഭൃത്യനും സത്യം ചൊല്ലേണം. ശുഭേച്ഛയുള്ളവനെന്നും സത്യവും പ്രിയവും മാത്രം ചൊല്ലിയിടണം എന്നാണു നീതിശാസ്ത്രമതം. പ്രിയം മാത്രം ചൊല്ലി എന്നാൽ പ്രയോജനമൊട്ടുമില്ല. ശുഭകാംക്ഷി പരുഷമായി പറയരുത്. ശത്രു ചൊല്ലും വിഷലിപ്തമായ വാക്കുകളെ ഭൃത്യൻ എങ്ങനെ താൻ സ്വാമിയോടു പറയും ചിത്രം. അവൻ പറഞ്ഞതാം വാക്കു ഒരിക്കലും എൻ്റെ നാവിൽ നിന്നു പറയുകയില്ല നിശ്ചയം തന്നെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം, വാണി ശരണം, മായേ ശരണം, കാളി ശരണം, അമ്മേ ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം മുതൽ 28 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി നമ്മൾ സമർപ്പിച്ചു. ഇനി അതിൻ്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് നാം എല്ലാ ദിവസവും ചൊല്ലുന്ന ആ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവീ നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയുടെ 433-ാമത്തെ ദിവസം 15-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ആരംഭിക്കും. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം തസ്യാ ശക്രക്രോധസമന്വിതാ ഉവാച തം നൃപശ്രേഷ്ഠാ സ്മിതപൂർവം വചസ്തദാ. അവിടെ ഈ മഹിഷാസുരൻ
ശക്രന്റെ അടുത്തേക്ക്, ദേവേന്ദ്രന്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഉടനെ തന്നെ സ്വർഗം വിട്ടു പോകണം, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞ ആ രംഗങ്ങളാണ് നമ്മൾ ഇന്നലെ കേട്ടത്. അത് കേട്ടപ്പോൾ തച്ഛുത്വാവചനം തസ്യ, അവൻ്റെ ആ വാക്ക് കേട്ടിട്ട് ശക്ര ക്രോധസമന്വിത, വല്ലാതെ കോപിഷ്ഠനായ ദേവേന്ദ്രൻ ഉവാചതം നൃപശ്രേഷ്ഠ, അല്ലയോ രാജശ്രേഷ്ഠ, ഹേ ജനമേജയ, സ്മിതപൂർവം വചസ്തത, ദേഷ്യം വന്നുവെങ്കിലും ചിരിച്ചും കൊണ്ടാണ് ദൂതനോട് പറഞ്ഞത്. ന ജാനേഹം സുമന്താത്മൻ, ഹേ വിഡ്ഢി എന്നാ വിളിച്ചത്. യതസ്ത്വം മതദർപ്പിത, എന്തുകൊണ്ടാണ് നീ ഇത്ര അഹങ്കാരിയായിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചികിത്സാം സാങ്കരിഷ്യാമി രോഗസ്യാസ്യ പ്രഭോസ്തവ, പ്രഭുവായ നിന്റെ ഈ രോഗത്തിന് ഏറ്റവും ചേർന്ന ചികിത്സ, നല്ല ചികിത്സ ഞാൻ ചെയ്യുന്നുണ്ട്. ആ ചികിത്സയുടെ പ്രത്യേകത എന്താ? അതപ്പരം കരിഷ്യാമി മൂലസ്യാസ്യ നികൃന്ദനം. ആ ചികിത്സയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ രോഗത്തിൻ്റെ മൂലത്തോടുകൂടി, വേരോടുകൂടി പിഴുതെടുത്തും കളയും. ഹേ ദൂത ഗച്ഛദൂത തഥാ ബ്രൂഹി തസ്യാഗ്രേ മമ ഭാഷിതം. നീ പോയിട്ട് നിന്റെ സ്വാമിയുടെ അടുത്ത്, ആ മഹിഷന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ചെന്ന് പറയും. ശിഷ്ടൈർദൂതാന ഹന്തവ്യാസ്തന്സ്മാത്വാം വിസൃജാമ്യഹം. സജ്ജനങ്ങൾ ദൂതന്മാരെ കൊല്ലില്ല, ദൂതന്മാർ വധിക്കപ്പെടരുത്, അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വിട്ടയക്കുകയാണ്. യുദ്ധേച്ഛ ചേൽസമാഗച്ഛ ത്വരിതോ മഹിഷീസുത. എരുമയുടെ മോനെ എന്നാ വിളിച്ചത്. മഹിഷീസുത, യുദ്ധം ചെയ്യണമെങ്കിൽ വേഗം ഇങ്ങോട്ട് വന്നോളൂ. ഹയാരേ ത്വദ്ബലം ജ്ഞാതം തൃണാശസ്ത്വം ജഡാകൃതി, ശൃംഗയോസ്തേ കരിഷ്യാമി സുദൃഢം ച ശരാസനം. ഹയാരിയായിരിക്കുന്ന, ഹയശത്രുവായിരിക്കുന്ന നിന്റെ ബലം എത്രയുണ്ട് എന്ന് എനിക്കറിയാം. പുല്ല് തിന്നുന്ന ജന്തുവാണ് നീ. തൃണാശസ്ത്വം ജഡാകൃതി, ഈ ഒരു ജന്തു. അപ്പോൾ നിന്റെ കൊമ്പുകൾ കൊണ്ട് ഞാൻ ഏറ്റവും ചേർന്ന ഒരു വില്ലുണ്ടാക്കും. നിന്റെ കൊമ്പ്, നിന്നെ കൊന്നിട്ട് ആ കൊമ്പെടുത്ത് ഞാൻ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വില്ലുണ്ടാക്കും, ബലമുള്ളൊരു വില്ല്. സർപ്പ ശൃംഗബലാത്തേസ്തി വിദിതം കാരണം മയ വിഷാണേത്തെ പരിച്ഛിത്വ സംഹരിഷ്യാമി തദ്ബലം. കൊമ്പിന്റെ ബലം കൊണ്ടാണ് നീ അഹങ്കരിക്കുന്നത് എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 2 കൊമ്പ് മുറിച്ചെടുക്കും, നിന്റെ അഹങ്കാരത്തെ ഞാൻ ഇല്ലാതെയാക്കും. യത് ബലേനാതിപൂർണസ്ത്വം ജാതോസി ബലദർപ്പിത കുശലസ്ത്വം തദാഘാതേ ന യുദ്ധേ മഹിഷാധമ. ദേവേന്ദ്രൻ പറയുകയാണ്, അപ്പോൾ ആ കൊമ്പിന്റെ ബലം കൊണ്ടാണ് നീ ഇങ്ങനെ മതിക്കുന്നത്, അഹങ്കരിക്കുന്നത്. എടാ മഹിഷാധമ, ദേവേന്ദ്രൻ പറയുകയാണ്, ആ കൊമ്പ് കൊണ്ട് വെട്ടാനല്ലാതെ, കുശലസ്ത്വം തദാഘാതേ ന യുദ്ധേ, യുദ്ധം ചെയ്യാനൊന്നും ഈ കൊമ്പ് കൊണ്ട് സാധിക്കില്ല, വേണമെങ്കിൽ വെട്ടാം എന്നല്ലാതെ. വേദവ്യാസം പറയുകയാണ്, ഇത്യുക്തോസൗ സുരേന്ദ്രേണ സദൂതസ്ത്വരിതോ ഗതാം. സുരേന്ദ്രൻ, ആ ദേവേന്ദ്രന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ദൂതൻ വളരെ വേഗത്തിൽ അവിടുന്ന് പോയി. ജഗാമ മഹിഷം മത്തം പ്രണമ്യ പ്രത്യുവാച. അവിടെ ആ മഹിഷന്റെ അടുത്ത് ചെന്ന്, മത്തനായ മഹിഷന്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു, പ്രണമിച്ചു. എന്നിട്ട് തിരിച്ച് പറഞ്ഞു. എന്താ ദൂതൻ പറഞ്ഞത്? രാജൻ ദേവാധിപകാമം നത്വാം വിഗണയത്യസൗ. രാജാവേ, ആ ദേവരാജാവുണ്ടല്ലോ, ദേവാധിപൻ, അങ്ങയെ ഒട്ടും തന്നെ വില കൊടുക്കണില്ല, അങ്ങയെ ഗണിക്കുന്നത് തന്നെ ഇല്ല, അങ്ങയെ അവഗണിക്കുകയാണ്. മന്യത്തെ സ്വബലം പൂർണ്ണം ദേവസൈന്യ സമാവൃത. ദേവസൈന്യങ്ങളോടുകൂടി അദ്ദേഹം തനിക്ക് വലിയ ബലമുണ്ട്, പൂർണ്ണ ബലമുണ്ട് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങയെ ലവലേശം വിലയില്ലാതെയാണ് ഇരിക്കുന്നത്. യദുക്തം തേന മൂർഖേണ കഥമന്യൽ ബ്രവീമ്യഹം. ആ മൂർഖൻ പറഞ്ഞത് ഞാൻ പറയാം. പ്രിയം സത്യം ച വക്തവ്യം ഭൃത്യേന പുരത പ്രഭു. പ്രഭുവിൻ്റെ മുമ്പിൽ ഭൃത്യൻ എന്തു ചെയ്യണം? പ്രിയവും സത്യവുമായത് പറയണം. പ്രിയം സത്യം ച വക്തവ്യം പ്രഭോരഗ്രേ ശുഭേച്ഛുന. ശുഭേച്ഛയുള്ള ആളുകൾ പ്രിയവും സത്യവും പ്രഭുവിൻ്റെ മുമ്പിൽ പറയണം. ഇതാണ്
ഇതി നീതിർ മഹാരാജ, ഇതാണ് മഹാരാജാവേ ആ ജാഗർത്തി ശുഭകാരിണി, ശുഭപ്രദമായിരിക്കുന്ന നീതിശാസ്ത്രത്തിൻ്റെ കൽപ്പന. അപ്പോ കേവലം ചേത് പ്രിയം ബ്രൂയാൻ നതേ കാര്യം ഭവിഷ്യതി, കേവലം പ്രിയം പറഞ്ഞാൽ അങ്ങയ്ക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. പരുഷം ച വക്തവ്യം കദാചിത് ശുഭമിച്ഛത, എന്നാൽ ശുഭകാംക്ഷിയായിരിക്കുന്ന ഒരാള് പരുഷവാക്കുകള് പ്രഭുവിൻ്റെ അടുത്ത് പറയുകയും അരുത്. ഇതൊക്കെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞേക്കുന്നതാണ്. ഇപ്പൊ ദൂതൻ ഇതൊക്കെ അറിയുന്നവനാവണം എന്നുകൂടി ഭംഗേന്തര്യേണ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ താൻ പോയി അവിടെ നിന്ന് കേട്ട കാര്യങ്ങൾ അത് പ്രിയമായതും സത്യമായതും പറയണം അല്ലേ. പ്രിയം ബ്രൂയാൽ സത്യം ബ്രൂയാൽ അല്ലേ, പ്രിയവും സത്യവും പറയണം. എന്നാൽ ആ അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയാറുണ്ട്. യഥാ ജിപുമുഖാദ്വാച പ്രസരന്തി വിഷോപമ, എങ്ങനെയാണോ ആ ജിപുവിൻ്റെ മുഖത്ത് നിന്ന്, ശത്രുവിൻ്റെ മുഖത്ത് നിന്ന് വിഷോപമാ പ്രസരന്തി, വിഷതുല്യമായ വാക്കുകൾ പുറപ്പെടുന്നത്, തഥാ ഭൃത്യമുഖാന്നാഥ നിസ്സരന്തി കഥം ഗിര, അങ്ങനെയുള്ള വാക്കുകൾ ഒരു ഭൃത്യൻ്റെ മുഖത്ത് നിന്ന് പുറപ്പെടാൻ സാധിക്കൂ? എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും ആ ദേവേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ? അങ്ങയെ അദ്ദേഹം അവഗണിക്കുകയാണ്, അങ്ങക്ക് യാതൊരു വിലയും തരുന്നില്ല എന്ന് പറഞ്ഞു. യാദൃശാനീഹ വാക്യാനി തേനോക്താനി മഹീപതേ താദൃശാനി നമേ ജിഹ്വാ വക്തുമർഹതി കർഹിച്ചിൽ. മഹാരാജാവേ, അവൻ ആ ദേവേന്ദ്രൻ എപ്രകാരമുള്ള വാക്കുകളാണോ പറഞ്ഞത്, താദൃശാനി യാദൃശാനി താദൃശാനി എന്താണോ പറഞ്ഞത് അതേപോലെ ആ വാക്കുകൾ നമേ ജിഹ്വാ വക്തുമർഹതി കർഹിച്ചിൽ, ഒരിക്കലും എൻ്റെ നാവിൽ നിന്ന്, എൻ്റെ നാവിൻ്റെ തുമ്പത്ത് നിന്ന് അത്തരം വാക്കുകളൊന്നും അങ്ങയുടെ മുമ്പിൽ പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. അത്രയും വിഷലിപ്തമായിരിക്കുന്ന വാക്കുകളാണ് ആ ദേവേന്ദ്രൻ എന്നോട് പറഞ്ഞത്. അങ്ങയെ ആ ഗണിക്കുന്നതേയില്ല ദേവേന്ദ്രൻ എന്ന് പറയുന്ന 28ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.